ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പൂച്ചെടികളാണേലും പഴച്ചെടികളാണേലും എല്ലാം കൃഷി ചെയ്യുന്നവർക്ക് 100% പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം എങ്ങനെയാണ് നല്ല രീതിയിൽ ഈ വളം ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്ന രീതിയും സൂക്ഷിക്കുന്ന രീതിയും എല്ലാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ അടുക്കളത്തോട്ടത്തിലായിക്കോട്ടെ, വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ വളം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. 100% റിസൾട്ട് കിട്ടുന്ന ഒരു നല്ല അടിപൊളി ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇത്ര എടുത്തു പറയുന്നത്. ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ ഈ കൃഷിയുടെ ഏത് സമയത്തും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ വളർച്ച ലഭിക്കുന്നതിനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കളും കായ്കളും ഒക്കെ വരുന്നതിനും വലിപ്പമുള്ള കായ്കൾ കിട്ടുന്നതിനും പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും എല്ലാം തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു എഫക്റ്റീവ് വളമാണ്. ഇതിനെ ഒരു ബൂസ്റ്റർ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കടലപ്പിണ്ണാക്കുണ്ട്, പച്ചച്ചാണകമുണ്ട്, അതുപോലെ തന്നെ ശർക്കരയുണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ല ഹൈ ക്വാളിറ്റി കടലപ്പിണ്ണാക്കാണ്. ചിലയിടത്തെ കടലപ്പിണ്ണാക്കെന്നും കപ്പലണ്ടി പിണ്ണാക്കെന്നും ഒക്കെ പറയും. അപ്പോൾ ആളുകൾക്കൊക്കെ പൊതുവെ വരുന്ന ഒരു സംശയമാണ്, നമുക്ക് ഇത് ഡയറക്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുത്തൂടെ എന്ന്. നമുക്ക് ഡയറക്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിന് ചെറിയൊരു മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ നമ്മൾ കൈകൊണ്ട് പൊടിച്ചതിന് ശേഷം കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിച്ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണ് കുറച്ച് മാറ്റി ഇതിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചെടികളെ വളർത്തിക്കൊണ്ട് വരാം. പക്ഷേ അന്നേരം നമ്മൾ ഈ കൊടുക്കുന്ന വളം വളരെ സ്ലോ ആയിട്ട് ചെടികൾ വലിച്ചെടുത്ത് ഇത് കുതിർന്ന് അത് വളമായി വലിച്ചെടുത്തതിന് ശേഷമേ ചെടികൾക്ക് കിട്ടൂ. അതേസമയം നമ്മൾ ഇതിനെ നല്ല എഫക്റ്റീവായിട്ട് പുളിപ്പിച്ച് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ പുളിപ്പിച്ചെടുക്കുന്ന ഘട്ടത്തിൽ ഇതിനകത്ത് കുറച്ച് സൂക്ഷ്മ ജീവാണുകളുടെ വളർച്ചയെ കൂടെ ത്വരിതപ്പെടുത്തും. അപ്പോഴത്തേന് നമ്മൾ ആദ്യം ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി റിസൾട്ടായിരിക്കും നമുക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതിൻ്റേതായ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ വളത്തിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ പറയാം. നമ്മളുടെ വീട്ടിലെ ചെടികളുടെ അല്ലെങ്കിൽ പച്ചക്കറികളുടെ അളവനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാം. ഇപ്പം ഞാനിത് 1 കിലോ കടലപ്പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ കടലപ്പിണ്ണാക്ക് ഞാൻ ഈ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് രൂപത്തിലുള്ളതും കിട്ടും, പൊടിയായിട്ടുള്ളതും കിട്ടും. ഇപ്പം പൊടിയായിട്ടുള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതും 1 കിലോ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതും ഈ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുവാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചച്ചാണകമാണ് ഏറ്റവും നല്ലത്. പച്ചച്ചാണകം ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി എടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉണങ്ങി വരണ്ടിരിക്കുന്ന ചാണകപ്പൊടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടയിലൊക്കെ ചാക്കുംപൊടിയായിട്ട്. പക്ഷേ അതിന് സത്യത്തിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സൂക്ഷ്മജീവികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തത്തുമില്ല. അപ്പം കുറച്ചെങ്കിലും നനവുള്ള ഉണക്ക ചാണകപ്പൊടി വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതും 1 കിലോയാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലുപൊടിയാണ്. കണ്ടോ, അപ്പോൾ ഈ എല്ലുപൊടി ഇങ്ങനെ പുളിപ്പിക്കുമ്പോൾ ഇട്ട് കൊടുക്കാമോ എന്നുള്ളത് പല ആളുകളുടെയും ഒരു സംശയമാണ്. കാരണം ഇത് ഇച്ചിരി ഖരരൂപത്തിലുള്ളതും ഭയങ്കര കട്ടിയുള്ളതുമാണല്ലോ. ഇതിങ്ങനെ ഇട്ടുമ്പോൾ പുളിച്ച് കിട്ടുമോ എന്നുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ്. സാധാരണ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് ചെടികളുടെ വേര് വളർച്ചയ്ക്കും അതുപോലെ ഫോസ്ഫറസിൻ്റെ മൂലകങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നതിനും എല്ലാം നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാം. അപ്പം ഇത് മണ്ണിലിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും സ്ലോ റിലീസായിട്ട് ചെടികൾ അത് വലിച്ചെടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ പുളിപ്പിച്ചെടുത്ത് കൊടുക്കുമ്പോഴത്തേന് അതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് മൊത്തത്തിലങ്ങ് കലങ്ങിയില്ലെങ്കിലും ഇതിനകത്തുള്ള അംശങ്ങൾ ഈ വളത്തിനകത്ത് ഇറങ്ങും. അപ്പോഴത്തേന് ഇത് പുളിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് കൊടുത്താൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്. അതും ഇട്ട് കൊടുത്തേ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് ശർക്കരയാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ പൊടിച്ച് ഇട്ട് കൊടുത്താലും മതി.
ഇത് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ലയിച്ച് ചേരും. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ ചാണകം, പച്ച ചാണകമാണ് ഏറ്റവും നല്ലത്. പിന്നെ 250 ഗ്രാം എല്ലുപൊടി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ 250 ഗ്രാം തൊട്ട് 500 ഗ്രാം വരെ ശർക്കരയെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചാണകത്തിൻ്റെ അളവ് ഇച്ചിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് 25 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതേസമയം നിങ്ങൾക്ക് വളരെ കുറച്ച് മതി. ഇപ്പം വളരെ കുറച്ച് ചെടിയേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 100 ഗ്രാം കടലപ്പിണ്ണാക്ക്, 100 ഗ്രാം ചാണകപ്പൊടി, 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും, അതിൻ്റെ കൂട്ടത്തിൽ 50 ഗ്രാം ഈ പറഞ്ഞ എല്ലുപൊടിയും എടുത്തിട്ട് ഒരു വളരെ ചെറിയ ഒരു കഷ്ണം 100 ഗ്രാമോളം ശർക്കരയും ഇട്ട് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചെടിയുടെ അളവനുസരിച്ച് വളം ഉണ്ടാക്കുക. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 25 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ക്ലോറിൻ ഇല്ലാത്ത ശുദ്ധജലമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ ആദ്യം ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി ചേർക്കുകയാണ്. നമ്മൾ ശർക്കര വേണമെങ്കിൽ പിച്ചാത്തി കൊണ്ട് നമുക്ക് അരിഞ്ഞിട്ടും എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിനെ ഇളക്കുമ്പോൾ ഒരു ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൊത്തം ഇപ്പോൾ 25 ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മളിതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ഒരേ ദിശയിൽ തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒന്നീ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് ശർക്കര ഇട്ടതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, ഇപ്പം കടലപ്പിണ്ണാക്ക് ഡയറക്റ്റ് നമ്മൾ ചുമ്മാതെ പൊളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേന് ഭയങ്കര സ്മെല്ലായിരിക്കും. അതേസമയം ശർക്കര കൂടെ ഇട്ടാൽ നമുക്ക് 2 ഗുണമാണ്. ഒന്ന്, ഇതിൻ്റെ സ്മെല്ല് വരത്തില്ല. സ്മെല്ല് വളരെ കുറവായിരിക്കും. ചെറിയ സ്മെല്ലുണ്ടാവും, വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ സൂക്ഷ്മജീവികൾ ഇതിനകത്ത് വളരുന്നതിനെ, അതിനെ ത്വരിതപ്പെടുത്തുന്നതിന് ശർക്കര ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വളം റെഡിയാക്കിയതിന് ശേഷം ഒരു തുണി കൊണ്ട് ഇതിനെ കെട്ടി വെക്കുക. കെട്ടി വെക്കേണ്ട സ്ഥലം വെയിൽ നേരിട്ട് കിട്ടാത്ത, ഞാനിപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ജാതിയുടെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം മഴയൊന്നും പെയ്യുന്ന സമയം അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിത് ഇവിടെ തന്നെ അങ്ങ് പ്ലേസ് ചെയ്യുകയാണ്. അപ്പം നമുക്കിത് എപ്പോൾ തൊട്ട് ഉപയോഗിക്കാമെന്നുള്ളത്, ഇപ്പം നമുക്ക് ഇത് 5 ദിവസം തൊട്ടേ ഉപയോഗിച്ച് തുടങ്ങാം. എന്നാൽ ഒരു 10 ദിവസം വരെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും, നല്ല രീതിയിൽ എഫക്റ്റ് ആകും. അതുകൊണ്ട് ഒരു 7 ദിവസം തൊട്ട് 10 ദിവസം എന്നുള്ളൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വളം കൊടുക്കേണ്ട സമയം അനുസരിച്ച് നിങ്ങളിത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് ചെടികൾക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മുകളിലുള്ള തെളിയാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത്. ആ തെളി ഇപ്പോൾ ഇതിനൊരു കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ 9 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മൊത്തം 10 കപ്പ്. അതിനെ നമുക്ക് 1 കപ്പ് വീതം ഓരോ ചെടിക്ക് ഉപയോഗിച്ച് കൊടുക്കാം. ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഇപ്പോൾ വലിയ പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ 1 തൊട്ട് 5 വരെ കപ്പ് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് മട്ട് വരുമല്ലോ, ആ മട്ട് നമ്മൾ വലിയ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. തെങ്ങ് പോലെയുള്ള വലിയ പ്ലാന്റുകൾക്ക്. അപ്പം നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുതയിടണം. പുതയിട്ട് കഴിയുമ്പോൾ സൂക്ഷ്മജീവികൾ ആ ചെറിയ നനവ് അവിടെ നിലനിന്ന് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ ചെടികൾക്ക് വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. ചെടി നല്ല രീതിയിൽ വളർന്നു വന്ന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും എല്ലാം സഹായിക്കും. 2 ആഴ്ച കൂടുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം. 2 ആഴ്ചയ്ക്ക് പറ്റത്തില്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏത് കൃഷിയും നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും. മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ചെടികൾ എപ്പോഴും നല്ല ആരോഗ്യത്തോടെ, പച്ചപ്പോടെ, നല്ല വിളവോടെ നിൽക്കും. ചെടികൾക്ക് കൂടുതൽ ആയുസ്സും ലഭിക്കും. അപ്പം നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ എല്ലാത്തരം പച്ചക്കറികളുടെയും വിത്തുകൾ ഇപ്പോൾ ലഭ്യമാണ്. വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.